വർഷം ഞാൻ കളിയാട്ടക്കാവിൽ പോയി. ഇന്ന് ഉത്സവമാണ്. കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് കളിയാട്ടക്കാവ് കാണുന്നത്. ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ പോവാറുമില്ല, ആരും കൊണ്ടുപോകാറൊന്നും ഇല്ലായിരുന്നു. പോകുന്ന വഴിക്ക് നമുക്ക് ഈ കുതിരകളെ കൊണ്ടുപോകുന്നത് കാണാം. ഓരോ വർഷം വഴിപാടായിട്ട് ഓരോരുത്തർ വ്രതമെടുത്ത് കുതിരയെ കെട്ടി പോകുന്നതാണത്. എന്തായാലും അമ്പലത്തിലെത്തിയപ്പം വിചാരിച്ച മാതിരി വലിയ തിരക്കൊന്നും കണ്ടിട്ടില്ലായിരുന്നു. നല്ല രസമാണ്. അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് നല്ലൊരു വയലും, വയലിൻ്റെ സൈഡിൽ കൂടെ പുഴയൊക്കെ, നല്ല കാഴ്ചകളായിരുന്നു. പോകുന്ന വഴിക്ക് ഇതേപോലെ കുതിരനെ കെട്ടിക്കൊണ്ടുപോകുന്നപ്പോൾ കണ്ടു. അതുപോലെ തന്നെ ഗണപതിയുടെ അടുത്ത് നാഗദൈവങ്ങളെടുത്തൊക്കെ തൊഴുതിറങ്ങുന്ന സ്ഥലത്ത് പല വർണ്ണങ്ങളായിട്ടുള്ള സിന്ദൂരങ്ങൾ കണ്ടു. സിന്ദൂരം ഞാൻ വാങ്ങിയിട്ടില്ല. ഓക്കെ, ഞാൻ വീഡിയോ എടുത്തു. ഈ വർഷം പിന്നെ വലിയ കച്ചവടക്കാരൊന്നും ഇല്ല, മഴയായതുകൊണ്ടായിരിക്കും. ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കായിരിക്കും, തൊഴാനൊന്നും കഴിയില്ല എന്ന്. ഞാൻ പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ എത്തിയതൊരു 11 മണി 11:30ക്കാണ്. ഒരു പ്രദേശത്ത് നിന്നുള്ള വൈദ്യുത സംഘങ്ങൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുന്നു. വള്ളിക്കുന്ന് തടിയംപറമ്പ് ദേശത്ത് നിന്നുള്ള വൈദ്യുത സംഘങ്ങൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ മൂന്നിയൂർ കളിയാട്ടക്കാവ് ശ്രീ അമ്മാഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിലെ കോഴിക്കളിയാട്ട മഹോത്സവം ഇന്ന് ഇടവമാസത്തിന് ആദ്യത്തെ തിങ്കളാഴ്ച കളിയാട്ടം ക്ഷേത്രോത്സവങ്ങളിലും പരിസമാപ്തി കുറിക്കുന്നു എന്നറിയപ്പെടുന്നു.